ഹലോ, ഗുഡ് മോർണിംഗ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. കുഞ്ഞിനെ സ്കൂളിൽ വിടണം. അപ്പോൾ പുട്ട് കൊടുത്തിട്ട് സ്കൂളിൽ വിടാമല്ലോ എന്ന് കരുതി. കുഞ്ഞിനുള്ള പുട്ട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി മാറ്റി കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കുഞ്ഞിന് മാറിയിരുന്ന് കഴിച്ചിട്ട് സ്കൂളിൽ സമയത്തിന് പോകാമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കൂടെ റെഡിയാക്കുകയാണ്. ഇന്ന് എനിക്ക് നൈറ്റില്ല, നൈറ്റ് ഓഫാണ്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ സമാധാനത്തോടെ എഴുന്നേറ്റാൽ മതിയല്ലോ. അപ്പോൾ ഞാനിന്ന് ക്യാരറ്റും ബീൻസും കൂടെ മെഴുക്കുവരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. പുട്ടിനുള്ളത് നനച്ച് വെച്ചു. ക്യാരറ്റും ബീൻസും കൂടെ മെഴുക്കുവരട്ടി വയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഇട്ട് അതിലേക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഞാൻ സവോള ഇപ്പോൾ ഇടുന്നില്ല, പക്ഷേ സവോള ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി റെഡിയാക്കി വെക്കുകയാണ്. നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ ഒരു പകുതി വേവാകുമ്പോഴേ ഞാൻ സവോള അതിനകത്തോട്ട് ഇടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ക്യാരറ്റും ബീൻസും വെന്ത് വരുമ്പോഴത്തേക്കും ഉള്ളി തീരെ അങ്ങ് മൊരിഞ്ഞ് കരിഞ്ഞ ഒരവസ്ഥയിലാകും. അപ്പം ഒരു പകുതിക്ക് വെച്ചിടുവാണെങ്കിൽ ഉള്ളി നമുക്ക് കറക്റ്റ്, സവോള നമുക്ക് കറക്റ്റ് ഒരു വഴന്ന് കിട്ടും. അപ്പോൾ ഇത് ഞാനിന്ന് ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഉണ്ടാക്കുന്നത് തേങ്ങ എനിക്ക് ചേട്ടായി ചിരണ്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പം പിന്നെ പുട്ടുണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പം ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ പുട്ട് നമ്മൾ നനച്ച പുട്ടിനകത്തോട്ട് ഇട്ടു. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ വൈറ്റ് റൈസ് അരിപ്പൊടിയുടെ പുട്ടാണ്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കളർ വന്നുകൊണ്ടാണ് ഇതിൻ്റെ കളർ കുറച്ച് വ്യത്യാസം കേട്ടോ. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തു. പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുകുറ്റി കുക്കറിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തേ. അപ്പം ഓരോ കാര്യങ്ങൾ ഞാൻ എല്ലാം ഒരേ അടുപ്പിലേക്ക് തന്നെ ചെയ്യുക കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പിലേക്ക് ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. ഇത് ഞാൻ നമ്മുടെ ചെമ്മീൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെമ്മീൻ ഞാൻ വറക്കാൻ മാറ്റി വെച്ച് പിള്ളേർക്ക് വേണ്ടി. കുറച്ച് ചെമ്മീനും അതിൻ്റെ തലയും കൂടെ കൂടിയിട്ട് നമ്മുടെ തേങ്ങ അരച്ചൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരടുപ്പിലേക്ക് ചായയും കൂടെ അപ്പോൾ വെച്ചേക്കാം. അതിനായിട്ട് ഞാനിതേ ചായപാത്രം എടുത്തു. അതിൻ്റെ കൈപ്പിടി ഒന്ന് ലൂസായിരുന്നു, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ചായക്ക് വെള്ളം വെച്ചു, പഞ്ചസാര ഇട്ട് കൊടുത്തു. അതുപോലെ നമ്മുടെ ടീ ബാഗും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ചേക്കുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ചായയും കൂടെ റെഡി ആയിട്ട് വന്നോളൂല്ലോ. ഇത് ഞാൻ മാങ്ങയും നമ്മുടെ മുരിങ്ങക്കായും കൂടെ നമ്മുടെ മലയാളി കടയിൽ പോകുമ്പോൾ മേടിച്ചിട്ട് കുറച്ചേറെ മേടിച്ചിട്ട് ഞാൻ ഫ്രോസൺ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കറി വെക്കാൻ തോന്നുവാണെങ്കിൽ എപ്പോഴും മേടിക്കാൻ ഓടുണ്ടല്ലോ, ഒത്തിരി അടുത്തുമല്ലല്ലോ, കുറച്ച് ദൂരം പോയി മേടിക്കണം. അപ്പോൾ നമ്മൾ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീനും കൂടെ അതിനിടയ്ക്ക് കറി വെച്ചേക്കാം. അപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മുടെ പുട്ടിന് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പുട്ട് കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടാണ്. ക്യാരറ്റും കൂടെ ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഇതിൻ്റെ ഇടയിലെ ക്യാരറ്റങ്ങ് പോകുമ്പോൾ ഇവർ അറിയില്ല കേട്ടോ. ഒരു വെജിറ്റബിൾ അവർക്ക് കഴിച്ചു എന്നാവുകയും ചെയ്യുമല്ലോ. കൊണ്ട് ഇത്ര നല്ല സോഫ്റ്റ് പുട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി പുട്ടും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കഴിയുമല്ലോ. പിന്നെ ഈ കറികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പണികളൊന്നും പ്രത്യേകിച്ച് വൈകുന്നേരം വരെ ഇല്ല. അപ്പോൾ ഇത് അടുത്ത പുട്ടും കൂടെ ഞാൻ അടുപ്പിലോട്ട് റെഡിയാക്കി വെക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഈ മെഴുക്കുവരട്ടി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പാത്രത്തിന് അടിക്ക് അങ്ങനെ പിടിക്കുകയില്ല. നമ്മൾ തീ കുറച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എന്നാലും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. ഇത് പകുതി വേവായപ്പോഴത്തേക്കും പകുതി ഒന്ന് വഴന്നപ്പോഴത്തേക്കും ഇത് ഞാൻ ഇത്തിരി കൂടുതൽ തന്നെ സവാള ഇട്ട് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ കുട്ടിക്കറുമ്പി ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കും കേട്ടോ. അമ്മ എന്നാ പണിയാന്നൊക്കെ ചോദിച്ച് ഇടയ്ക്ക് വന്നിട്ട് പറയും എന്നെ എടുക്കുക എന്നൊക്കെ പറയും, പാവം. അപ്പോൾ അതേ ഞാൻ എടുത്തൊന്ന് കൊഞ്ചിച്ചൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും പുള്ളി സന്തോഷമാകും. പുള്ളിക്കറിയാം വീഡിയോ എടുക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോക്കകത്ത് എന്തൊക്കെയോ പറയാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഞാൻ ഒന്ന് അടച്ചു വെച്ച് അത് ചെറിയ തീയിൽ വെച്ചേക്കുക. ആ സമയത്ത് ഞാനത് ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചു. കാരണം അത് ഓൾറെഡി പകുതി വേവായല്ലോ. ഞാൻ ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ ചെമ്മീൻ ഒന്ന് പെട്ടെന്ന് കറിയാക്കി എടുക്കാം. അപ്പോഴത്തേക്കും ഇതേ ഞാൻ സിമ്പിളായിട്ട് എൻ്റെ രീതിയിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഞാൻ ഇത് എവിടെ നോക്കിയിട്ടൊന്നുമല്ല, പണ്ട് മമ്മിയൊക്കെ വെക്കുന്ന ഒരു ഓർമ്മയിലങ്ങ് വെക്കുകയാണ് എൻ്റെ ഒരു രീതിയിൽ. അപ്പോൾ ഇത് വറക്കാനുള്ള ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചു. കറി വെക്കാനുള്ള ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് വേണമെങ്കിൽ ഇടാവേ. ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, പച്ചമുളക് ഇട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ. അതുകൊണ്ട് മുളക് പൊടി ഇടുന്നതുകൊണ്ട് നമ്മൾ അരപ്പിനകത്ത് മുളക് പൊടി ഇടുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് പച്ചമുളക് ഇട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും ഇത് നമ്മുടെ അടുത്ത പുട്ട് റെഡിയായി, അതും കൂടെ സെറ്റായി. ഇപ്പോൾ പുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ മീൻ അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ, അതായത് ചെമ്മീൻ അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. മെഴുക്കുവരട്ടി അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതേ ചായ റെഡി ആയിട്ടുണ്ട്. ചായയും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ചേട്ടനെ വിളിച്ച് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ
എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ കറിയുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. നമ്മുടെ മാങ്ങയും ചെമ്മീനും മുരിങ്ങക്കോലും കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് ഞാൻ ചെറിയ തീയിൽ വേവിക്കാൻ വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ അരപ്പ് ഞാനൊന്ന് അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. ചായ റെഡിയായി. ഇതേ പുട്ടും പഴമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് ചേട്ടായും ഞാനും കുഞ്ഞു ഇക്കും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇക്കുവിന് പുട്ടൊന്നും വലിയ പിടുത്തമില്ല, എന്നാലും 1-2 വായൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ ആ ചട്ടിയിൽ വെച്ചിരുന്ന ചെമ്മീൻ, മാങ്ങ, മുരിങ്ങക്കോലെല്ലാം കൂടെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരപ്പ് നല്ലപോലെ വെണ്ണ പോലെ അരച്ചത് അതിനകത്തേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ ഒന്നെങ്കിൽ തക്കാളിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം കുടംപുളിയോ എന്തെങ്കിലും ചേർക്കാം. എനിക്ക് തക്കാളി ചേർക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ വറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് കൊഴുത്ത രീതിയിലല്ല എടുത്തേക്കുന്നത്. നമ്മൾ ചോറുണ്ണാനാകുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ കുറുകി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം.